ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവചനം സങ്കീർത്തനങ്ങൾ 19:1. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു. ആകാശത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ട ചില സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്കുകണ്ട് അവനെ നമസ്കരിപ്പാനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കിഴക്കുകണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിന് മീതെ നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. സർവ്വജനതയ്ക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ യേശു എന്ന രക്ഷിതാവ് ജാതനായപ്പോൾ ആകാശത്തുദിച്ച നക്ഷത്രം വിദ്വാൻമാർക്ക് വഴികാട്ടിയായി ദൈവമഹത്വം വെളിപ്പെടുത്തി. രണ്ടാമതായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യം. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടൻ ആകാശം പിളർന്ന് ആത്മാവ് പ്രാവെന്ന പോൽ അവൻ്റെ മേൽ വരുന്നത് കണ്ടു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു യോർദാനിൽ യോഹന്നാൻ സ്നാപകനായി സ്നാനം കഴിഞ്ഞപ്പോൾ ആകാശം പിളർന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രാവെന്ന പോൽ യേശുവിൻ്റെ മേൽ വന്ന് തൻ്റെ പ്രിയപുത്രനിൽ ദൈവപ്രസാദത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. മൂന്നാമതായി ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 44-ാമത്തെ വാക്യം. ഏകദേശം 6-ാം മണിനേരമായപ്പോൾ സൂര്യനുരുണ്ട് 9-ാം മണിനേരം വരെ ദേശത്തെങ്ങും മഹാ അന്ധകാരം വ്യാപിച്ചു. മാനവജാതിയുടെ പാപം ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിൽ യാഗമായപ്പോൾ ഏകദേശം 6-ാം മണിനേരം മുതൽ 9-ാം മണിനേരം വരെ ദേശത്തെങ്ങും മഹാ കുരിരുട്ട് വ്യാപിച്ച് നീതിമാനായവന്റെ മഹത്വം വെളിപ്പെട്ടു. പ്രിയമുള്ളവരെ, ആകാശം ഈ വിധത്തിൽ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ യേശുവിനെ നമ്മിലൂടെയും നമുക്ക് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായി സാധിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.